ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. എന്നെ ഇനിയൊന്നും ചെയ്യരുത്. ദയ നിസ്സഹായതയോടെ അയാൾക്ക് മുന്നിൽ കൈകൾ കൂപ്പി പൊട്ടിക്കരഞ്ഞു. ദയയുടെ കൂപ്പിയ കൈകൾ കൂട്ടിപ്പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച അയാൾ അവളുടെ വലത് കവിളിലൊന്ന് തഴുകി. പിന്നീട് ആ കൈയും വിരലുകളും അവളുടെ കഴുത്തിലൂടെ ചുമലിലേക്ക് അരിച്ചിറങ്ങിയതും ദയ അയാളെ ഊക്കോടെ തള്ളിമാറ്റി. അയാൾ നിലതെറ്റി തനിക്ക് പിറകിൽ നിൽക്കുന്നവനെയും കൊണ്ട് തറയിലേക്ക് മലർന്നടിച്ചു വീണു. കിട്ടിയ അവസരത്തിന് അവരിൽ നിന്നും രക്ഷ തേടി ഓടി അടുക്കള പുറത്തെത്തി. കുറ്റിയിട്ട അടുക്കളവാതിൽ ധൃതിയിൽ വലിച്ചു തുറന്ന് മുറ്റത്തേക്കിറങ്ങി ഇരുട്ടിലൂടെ മുന്നോട്ട് കുതിച്ചു. പിന്നാലെ അവരും. മുന്നോട്ട് പായുന്ന ഏതോ നിമിഷത്തിൽ പിന്നി കെട്ടിയിട്ട ദയയുടെ നീണ്ട മുടിയിഴകൾ ശക്തമായി പിടിവീണു. പിന്നിൽ നിന്നും അയാൾ ആഞ്ഞു വലിച്ചപ്പോൾ നിലത്തെറ്റി അവൾ മുറ്റത്തേക്ക് വീണുപോയി. ദയ അതേ ഇരിപ്പിൽ കിതപ്പോടെ മണ്ണിലൂടെ പിന്നോക്കം നിരങ്ങി നീങ്ങി. ഉമ്മറത്ത് തെളിയിച്ചിരിക്കുന്ന സീറോ ബൾബിന്റെ വെട്ടത്തിൽ തനിക്കരികിലേക്ക് അടുക്കുന്നവന്റെ കണ്ണുകൾ ക്രൂരമായി തിളങ്ങുന്നത് ആ പെണ്ണ് സംഭ്രാന്തിയോടെ നോക്കിക്കണ്ടു. ദയക്കരികിൽ മുട്ടുകുത്തിയിരുന്ന അയാൾ അവളുടെ ഇരു കവിളുകളിലും മാറി മാറി അടിച്ച ശേഷം വലത് കൈയാൽ ശക്തമായി അവളുടെ കഴുത്ത് പിടിച്ചു ഞെരിച്ചു. പറഞ്ഞതല്ലടി പുന്നാര മോളെ, രക്ഷപ്പെടാൻ ഒക്കില്ലെന്ന്. കടപ്പല്ല ഞെരിച്ചമർത്തി ക്രോധത്തോടെ പറഞ്ഞു ഒന്നുകൂടെ ദയയെ ശ്വാസം മുട്ടിച്ചു അയാൾ. അവൾ പിടഞ്ഞു. കണ്ണുകൾ തുറിച്ചുന്തി. മരണവെപ്രാളത്തോടെ കൈകളാൽ നിലത്ത് മാന്തി പറിച്ചവൾ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ ഒരു കൈപ്പിടി മണ്ണ് വാരി അയാളുടെ മുഖത്തിന് നേരെ എറിഞ്ഞു. ഉടനടി ദയയിൽ മുറുകിയ കൈകൾ അയഞ്ഞു. അവനെ പിന്നോട്ട് തള്ളി എഴുന്നേറ്റവൾ വീണ്ടും ഓടി. പെട്ടെന്നാണ് ഇടവഴി തിരിഞ്ഞൊരു കാറ് മുറ്റത്തേക്ക് കയറിയത്. കണ്ണു തുളച്ചു കയറിയ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം താങ്ങാനാകാതെ ദയ കണം കയ്യാൽ കണ്ണുകൾ മറച്ചു പിടിച്ചു. കാലുകൾ നിശ്ചലമായി. അവൾക്ക് മുന്നിൽ ആ കാറ് വലിയൊരു ശബ്ദത്തോടെ ഇരമ്പി നിന്നു. കാറിന്റെ ഡോറ് തുറന്നിറങ്ങിയ അപരിചിതനെ ദയ ഒരു മാത്രയെ നോക്കി നിന്നു. ഡേ! പിന്നിൽ നിന്നും ഉച്ചത്തിൽ ആക്രോശമുയർന്നപ്പോൾ അവൾ വേഗത്തിൽ അയാൾക്കരികിലേക്ക് ചലിച്ചു. അയാൾ ദയയെയും അവൾക്ക് പിന്നിലായി ഓടി അടുക്കുന്നവരെയും മാറി മാറി നോക്കി. ആ മുഖത്ത് തിങ്ങി നിറഞ്ഞ അമ്പരപ്പിനെയും സംശയത്തെയും വകവയ്ക്കാതെ ദയ തനിക്ക് മുൻപിലുള്ളവൻ്റെ കാൽക്കലേക്ക് വീണു. എന്നെ രക്ഷിക്കണം. ഇടർച്ചയോടെ അത്രമാത്രം പറഞ്ഞു. ആരെന്നോ എന്തെന്നും അറിയില്ല. ശത്രുവോ മിത്രമോ ഒന്നും ചിന്തിക്കാതെ പ്രാണരക്ഷാർത്ഥം മുന്നിൽ നിൽക്കുന്നവൻ്റെ ഇരുകാലുകളും കൂട്ടിപ്പിടിച്ച് തേങ്ങി. അല്പം അലിവ് തോന്നി രക്ഷിക്കാനുള്ള മനസ്സ് കാണിച്ചാലോ? അയാൾ ആശ്ചര്യപൂർവ്വം ദയയെ നോക്കി. പിന്നീട് ആ കണ്ണുകൾ മുന്നോട്ട് നീണ്ടു. 2 പുരുഷന്മാർ അടിവെച്ച് പിന്നോക്കം നീങ്ങുന്നു. ഒരു പക്ഷേ തന്നെ കണ്ടിട്ടാവണം എന്നവൻ ഊഹിച്ചു. ദയയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ ദേഹത്തോട് ചേർത്ത് നിർത്തിയവൻ ഉറക്കെ അലറി. ആരാടാത്? തന്നിൽ നിന്നും ഉയർന്ന ഗർജനത്തിൽ തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്ന പെണ്ണിൻ്റെ ഉടലൊന്നാകെ വിറച്ചതറിഞ്ഞ് അയാൾ ഒന്നുകൂടെ അവളിലെ പിടിമുറുക്കി തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി. തനിക്കൊപ്പമുള്ളവൻ്റെ ശബ്ദത്തിൽ തന്നിലേക്ക് അടുത്തിരുന്ന കാലടികളും മുറുമുറുക്കലുമെല്ലാം ദൂരേക്ക് അകന്നു പോകുന്നത് ദയ അറിയുന്നുണ്ടായിരുന്നു. അവൾക്കല്പം ആശ്വാസം തോന്നി. താളം തെറ്റി ദ്രുതഗതിയിൽ മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതുവരെ അവൾ ആ ഹൃദയത്തോട് ചേർന്ന് നിന്നു. ദയയെ അടർത്തി മാറ്റാൻ എന്തുകൊണ്ടോ അയാൾ മുതിർന്നില്ല. ഹേയ്, അറിയോ ഓക്കെ? കുനിഞ്ഞ് ദയയുടെ കാതരുകിലേക്ക് മുഖം ചേർത്ത് അയാൾ ചോദിച്ചു. ആ സ്വരം സാന്ദ്രമായിരുന്നു. ദയ അയാളിൽ നിന്നും പിടഞ്ഞു മാറി നന്ദിയോടെ കൈകൾ കൂപ്പി. മിഴികളിൽ നിന്നും ഉറ്റുവീഴുന്ന ഓരോ തുള്ളി നീർക്കണങ്ങളിലും അയാളോടുള്ള കടപ്പാട് നിറച്ചിരുന്നു ആ പാവം പെണ്ണ്. തനിക്ക് നേരെ കൂപ്പിയ കൈകളിലെ നീണ്ടു മെലിഞ്ഞ വിരലുകൾ അപ്പോഴും വിറയ്ക്കുന്നത് കണ്ടയാൾ ഒന്ന് മന്ദഹസിച്ച് അവളുടെ കൈകൾ പിടിച്ചു താഴ്ത്തി. ആരവരൊക്കെ? എന്തിനാ അവർ തന്നെ? എനിക്കറിയില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവർ വന്ന് വാതിൽ തട്ടി. ഞാൻ സിദ്ധേട്ടനാണെന്ന് കരുതി തുറന്നപ്പോൾ അവനെന്നെ... പൊട്ടി കരഞ്ഞുകൊണ്ട് വാക്കുകൾ എണ്ണുപെറുക്കി പറയുന്നവളോട് അയാൾക്ക് വല്ലാത്ത അനുകമ്പ തോന്നി. ഏയ്, ജസ്റ്റ് റിലാക്സ്, ഒന്നും പറ്റിയില്ലല്ലോ. ദയയ്ക്കരികിലേക്ക് ഒന്നുകൂടെ നീങ്ങി നിന്നയാൾ അവളുടെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ദയ കരഞ്ഞു തീരുന്നതുവരെ ആ സാന്ത്വനം തുടർന്നു പോന്നു. ദീർഘനേരം കഴിഞ്ഞ് അവളൊന്ന് ശാന്തമായെന്ന് കണ്ടപ്പോൾ അയാൾ സംസാരിച്ചു തുടങ്ങി. ഈ കാണുന്നതല്ലേ ശ്രീകോവിലകം തറവാട്? കലങ്ങിയ മിഴികൾ അമർത്തി തുടച്ച് അരണ്ട വെളിച്ചത്തിൽ അരികിലുള്ളവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി മറുപടിയായൊന്ന് മൂളി. ഓർമ്മകളിൽ എത്രയൊക്കെ ചികഞ്ഞിട്ടും ആ മുഖത്തോട് അല്പം പോലും പരിചയം തോന്നിയില്ല തനിക്ക്. പക്ഷേ പറയത്തക്ക ബന്ധമില്ലാത്തൊരാൾ ഈ നേരത്ത് കോവിലകത്തേക്ക് വരില്ലല്ലോ. ആരായിരിക്കും? ചിന്തയോടെ അയാളെ വീണ്ടും നോക്കി. കഴുത്തൊപ്പം ഇറങ്ങി നിൽക്കുന്ന നീളൻ മുടിയിഴകളിലൂടെ അലസമായി വിരലുകൾ ഓടിച്ചയാൾ
കണ്ണുകൾ കുറുക്കി കുസൃതിയോടെ ദയയോടായി പുഞ്ചിരിച്ചു. എന്താ അയാളുടെ പേര്? ദയ. ദയ ചോദിക്കുമ്പോൾ തന്നെ മുൻപരിചയമുള്ളപ്പോൾ അയാളുടെ മുഖമൊന്ന് വിടർന്നു. നീണ്ട ചെറിയ കണ്ണുകൾ ഒന്നുകൂടെ വികസിച്ചു. ഇയാൾ പോയില്ലേ കാവിരി ഉത്സവത്തിന്? ദയ ഞെട്ടലോടെ അയാളെ നോക്കി. എങ്ങനെ അറിയാമെന്ന് ചോദിക്കാൻ തോന്നി അവൾക്ക്. പക്ഷെ മിണ്ടിയില്ല. പറയടോ, താനെന്തേ പോവാഞ്ഞു? ഒന്നുമില്ല. എങ്ങനെ അറിയാം? എന്ത്? ആ ചൊടികളിൽ വീണ്ടും കുസൃതി തത്തി. ദയ മൗനം വരിച്ചു. അയാൾ കാറിൻ്റെ ഡോറ് തുറന്ന് ദയയെ നോക്കി. കയറ്. ദയ മടിച്ചു. പരവേശത്തോടെ ചുറ്റിലുമൊന്ന് നോക്കി അവൾ ഇല്ലെന്ന് തലയണക്കി പിന്നോട്ട് ചുവടുകൾ നീക്കി. എന്തിനോ ഒരു ഭയം. ഹാ, പേടിക്കാതെ കയറടോ. കാർ ഒതുക്കിയിടട്ടെ ഞാൻ? വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പറഞ്ഞതും അവൾ തിരിഞ്ഞോടി. ദയയുടെ ഓട്ടം കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. തന്നെ പിന്തിരിഞ്ഞു നോക്കി ഓടുന്നവളെ കണ്ടൊന്ന് മന്ദഹസിച്ച് അവൻ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു. മുറ്റത്തൊരോരത്തേക്കായി കാർ ഒതുക്കിയിറങ്ങുമ്പോൾ ഉമ്മറത്തെ തൂണിൽ മറവിൽ നിൽപ്പുണ്ട് ദയ. പിൻസീറ്റിൽ നിന്നും തൻ്റെ ട്രാവൽ ബാഗ് എടുത്ത് ചുമലിലിട്ടവൻ കാറ് ലോക്ക് ചെയ്ത് ഉമ്മറത്തേക്ക് കയറി. അവൻ്റെ പ്രവർത്തികളും അവൻ എടുക്കുന്ന സ്വാതന്ത്ര്യവും ദയ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ടായിരുന്നു. ആര്, എന്തിനിവിടെ വന്നു തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ. ഉത്തരം കിട്ടാതെ അവളെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു. ഉമ്മറത്തെ ചാരു കസേരയിലേക്ക് ചാഞ്ഞിരുന്നവൻ തന്നെ അന്തിച്ചു നോക്കുന്ന പെണ്ണിനു മുന്നിൽ വിരൽ ഞൊടിച്ചു. ആ മിഴികളൊന്നു പിടഞ്ഞു. അവൾ തൂണിൻ മറവിൽ നിന്ന് പുറത്തേക്ക് നീങ്ങി നിന്ന് അയാളോടായി ചോദിച്ചു, ആരാ? എക്സ്ക്യൂസ് മീ? ആ കണ്ണുകളിൽ അമ്പരപ്പ്. തീർത്തും നിഷ്കളങ്കമായുള്ള ദയയുടെ നിൽപ്പ് കണ്ടവൻ പുരുകം ചുളിച്ചു. ശരിക്കും ഇയാൾക്ക് എന്നെ മനസ്സിലായില്ലേ? ഇല്ലെന്നവൾ തലയണക്കിയതും അവൻ അത് സമ്മതിച്ചുകൊണ്ട് ചിരിയോടെ തലയാട്ടി. ഓക്കെ ദെൻ, ഐ ആം ശ്രീറാം സായന്ത്. മാറ്റമില്ലാത്ത മുഖഭാവത്തോടെ അവൾ തലയണക്കിയപ്പോൾ ശ്രീറാം വീണ്ടും ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം മനസ്സിലാക്കാൻ ദയയ്ക്ക് സാധിച്ചില്ല. എന്താ ഇവിടെ? ഏട്ടാ! കുറച്ചകലെ നിന്നും കേട്ട ഗോപികയുടെ അലർച്ച ദയയെ ഞെട്ടിച്ചു. അതേ ഞെട്ടൽ ശ്രീറാമിലും പ്രകടമായി. ദയയ്ക്ക് മറുപടി നൽകാതെ അവൻ പുഞ്ചിരിയോടെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. പതുക്കെ ഗോപു എന്ന ശരണിൻ്റെ സ്നേഹശാസനം പിന്നിൽ നിന്നും കേൾക്കാം. ഗോപിക തൻ്റെ ചെരുപ്പ് പോലും അഴിച്ചിടാതെ ശ്രീറാമിനെ അവൻ ഇറുകെ പുണർന്നു. മൈ ബേബി ഡോൾ, പുഞ്ചിരിയോടെ പറഞ്ഞ് അവളുടെ നെറുകിൽ അമർത്തി ചുംബിച്ചവൻ ഗോപികയെ മുറുകെ കെട്ടിപ്പിടിച്ചു. പറഞ്ഞില്ലല്ലോ വരുന്നത്. ഇന്നലെ വൈകുന്നേരം കൂടെ ഞാൻ വിളിച്ച് സംസാരിച്ചതായിരുന്നില്ലേ? ആരും പറഞ്ഞില്ല. എന്തിന്? മഹിയമ്മയും പപ്പയും പോലും പറഞ്ഞില്ല. തനിക്ക് പിറകിൽ നിൽക്കുന്ന ശരണിനെയും കൈലാസിനെയും മറ്റുള്ളവരെയും നോക്കി ചുണ്ടു കോർപ്പിച്ച് പരിഭവിച്ചു ഗോപിക. അത് കണ്ട് എല്ലാവരും പുഞ്ചിരിച്ചു. അതിന് അവർക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. ആകെ നിന്റെ ശരണേട്ടന് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവനോട് ആരെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത്. അറിഞ്ഞിരുന്നേൽ ഇത്രയും സന്തോഷം നിറഞ്ഞ എൻ്റെ കുഞ്ഞൻ്റെ മുഖം എനിക്ക് കാണാൻ പറ്റുമായിരുന്നോ? ഗോപികയുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തിയവൻ അവൾക്ക് മുന്നിൽ കണ്ണുകൾ ചിമ്മി തുറന്നു. ഹൗ വാസ് യുവർ റെക്കോർഡിംഗ് ഏട്ടാ? കൈലാസിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയായി അവൻ സംതൃപ്തിയോടെ ഒറ്റക്കണ്ണിറുക്കി പുഞ്ചിരി തൂക്കി. ഹൗ! ഉച്ചത്തിൽ കൂകി വിളിച്ച് സ്വാതി കൈലാസിനെയും ശരണിനെയും കടന്ന് ശ്രീറാമിന് മുന്നിൽ വന്ന് നിന്ന് തുള്ളിച്ചാടി. ഏട്ടാ നോക്ക്, ശ്രീറാം സർ! അവൾ എല്ലാവർക്കും പിറകിലായി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ നോക്കി അത്യാവേശത്തിൽ പറഞ്ഞു. സിദ്ധാർത്ഥ് വിരസമായെന്ന് പുഞ്ചരിച്ചതേയുള്ളൂ. അവൻ്റെ കണ്ണുകൾ തൂണിൻ മറവിൽ പറ്റിച്ചേർന്ന് നിന്ന് എല്ലാം വീക്ഷിക്കുന്ന ദയയിൽ ഉടക്കി നിന്നു. തിരികെ വരുമ്പോൾ ദയ ഇവിടെ ഉണ്ടാകില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷകൾക്ക് വിപരീതമായ ദയയെ കൺമുന്നിൽ കണ്ടതിലുള്ള നടുക്കം അവനെ ആകെ തളർത്തി കളഞ്ഞു. കാര്യങ്ങൾ താൻ ഉദ്ദേശിച്ച പോലെ എന്തുകൊണ്ട് നടന്നില്ല? ഇരുവരും കാശ് വാങ്ങി തന്നെ പറ്റിച്ചോ എന്ന് തുടങ്ങിയ ഒരുപാട് ചിന്തകൾ അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, ഇത്ര അടുത്ത്! ശരണേട്ടൻ്റെ ബ്രദറാണെന്നറിയായിരുന്നു. ബട്ട് ഇവിടെ വരുമെന്ന്, ഓ ഗോഡ്! സ്വാതി മറ്റേതോ ലോകത്തായിരുന്നു. താൻ അത്രയേറെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ തീർത്തും അപ്രതീക്ഷിതമായി കണ്ടതിലുള്ള വികാര വിക്ഷോഭം അടക്കി നിർത്താൻ അവളെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ക്യാൻ ഐ ടേക്ക് എ ഫോട്ടോ വിത്ത് യു? സ്വാതി അത്രയേറെ ഭവ്യതയോടെ അയാളോട് അനുവാദം ചോദിച്ചു. ഓഫ് കോഴ്സ്, കം. അവൾ സന്തോഷപൂർവ്വം അയാളോട് ഒട്ടി നിന്ന് തൻ്റെ മൊബൈൽ ക്യാമറയിൽ കുറച്ച് ചിത്രങ്ങൾ പകർത്തി അകന്നു മാറി. ദച്ചു, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഈ മുടിയൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നത്? ദേ മുഖത്ത് പാട്. എന്താ പറ്റിയേ? ശ്രീരാമൻ്റെ കൈപ്പിടിയിൽ നിന്നും വിട്ടുനിന്ന് ഗോപിക ദയയുടെ വലത് കവിളിൽ കൈ ചേർത്ത് വേവലാതിയോടെ ചോദിച്ചു. അവളിൽ മറ്റെന്തിനേക്കാളുമേറെയായി ദയയോടുള്ള കരുതലും സ്നേഹവും മുറ്റിനിന്നു. ദയ കഴിഞ്ഞുപോയ നിമിഷങ്ങളെ ഓർത്തു. നെഞ്ചിൽ വീണ്ടും സങ്കടം ഉരുണ്ടുകൂടി.
അവൾ ഒന്നേങ്ങി ഗോപികയെ മുറുകെ പുണർന്ന് പൊട്ടിക്കരഞ്ഞു.